ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞ് വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഓയിൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റീഫിൽ ചെയ്ത് വെച്ചു. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിന് ഒരു ഗ്ലാസ് പൊടി ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കുഴച്ച് ഞാൻ മാറ്റി വെച്ചു. ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കണം. അപ്പം അതിലേക്കുള്ള സവാളയൊക്കെ അരിഞ്ഞ് വെച്ച് പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. അത് ഒരുപാട് മൂക്കുന്നതിന് മുന്നേ തന്നെ സവാള ഇട്ടു. വല്ലാതെ മൂത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഞാനത് വഴറ്റാൻ വേണ്ടി മാറ്റി വെച്ചു. എൻ്റെ കയ്യിലുള്ള ഗരം മസാല തീർന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് പൊടിക്കാനായിട്ട് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതായി ഹോൾ സ്പൈസും പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് ചൂടാക്കി ഞാൻ പൊടിച്ചു. പുട്ടിലേക്കുള്ള തേങ്ങ ചിരവാനുള്ള മടി കാരണം ഞാനിതൊന്ന് ഇങ്ങനെ കൊത്തി കൊത്തി എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ പുട്ടുണ്ടാക്കാനുള്ളതൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചു. അപ്പം തന്നെ ഉള്ളി വാടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ കൂടി ചേർത്ത് ഒന്ന് വഴറ്റി ചിക്കൻ ഇട്ടു. പിന്നെ നമ്മളൊന്ന് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഈ തക്കാളി അരച്ച പേസ്റ്റാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞ് ഞാനൊന്ന് നല്ലോണം ഇളക്കി അന്ന് മൂടി വെച്ചു. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഭൂമി അടുക്കളയിൽ വന്ന് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവൻ ആ വഴിക്ക് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് അതടച്ച് വെച്ചു. കറിയൊക്കെ ആയ സമയത്തായിരുന്നു എനിക്ക് പപ്പടം വേണമെന്നുണ്ട്. അപ്പോൾ പപ്പടം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രെയിംസ് എടുത്ത് വറുത്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.